വ്ളോഗിന്റെ പുതിയ വീഡിയോയുടെ സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പുതിയൊരു ചലഞ്ച് ആയിട്ടാണ്. അപ്പൊ നമ്മൾ കുറെ ദിവസത്തിന് ശേഷമൊക്കെയാണ് വീഡിയോ വിടുന്നത്. എന്താ പറയാ, എക്സാം അങ്ങനെ കുറെ കാര്യങ്ങളായിട്ടാണ് നമുക്ക് വീഡിയോ ഡിലേ ആയത്. പക്ഷെ എന്തായാലും നമ്മൾ ചലഞ്ച് ആയിട്ട് നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട്. ചലഞ്ച് എന്താന്ന് വെച്ചാല് നമ്മൾ മൂന്നാളുണ്ട്, രണ്ടാളായി കളിക്കുന്ന ഒരു ചലഞ്ചാണ്. രണ്ടാളായിട്ട് ടാബിലാണെങ്കിൽ ഒരു ഗെയിമാണ് സംഗതി. 2 player ഗെയിംസ് എന്നാണ് ചലഞ്ചിന്റെ ഗെയിമിന്റെ പേര്. അപ്പോൾ ഞാനും ജോയിൻ അല്ലെങ്കിൽ ഞാനും ജുലൈബ് അങ്ങനെ ആയിട്ട് കളിക്കും. അപ്പൊ ഏറ്റവും കൂടുതൽ മാർക്ക് ആർക്കാണോ അപ്പൊ വടംവലി അതിലിങ്ങനെ ഓരോ ഗെയിമാണുണ്ടാവും. അതിൽ ആരാണോ ഓരോ ഗെയിമിൽ ജയിക്കുന്നത്, ടോട്ടൽ ഒരാൾ എത്ര ഗെയിമിൽ ജയിച്ചു അങ്ങനെ ഫൈനലി ഒരാൾ വിന്നർ ആവും. അപ്പൊ അതാണ് നമ്മൾ ചലഞ്ച്. സ്വാഗതം ഫ്രണ്ട്സ്. ഫസ്റ്റ് ജോയിനും ജുലൈബാണ് കളിക്കാൻ പോണത്. ഇത് നമ്മളെ റൗണ്ടിലൊന്നും കൂട്ടില്ല. റൗണ്ടിൽ ഞാനും ജോയിനായിരിക്കും കളിക്കണത്. അപ്പോൾ ജുലൈബിനൊരു ആഗ്രഹം ഓനക്കും കളിക്കണം, ഗെയിമൊക്കെ അല്ലേ കളിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെ ഫസ്റ്റ് റൗണ്ടിൽ ജോയിനും ജുലൈബായിട്ട് ഒരു ഫ്രണ്ട്ലി മാച്ചായിട്ട് കളിക്കാൻ പോണ്. അപ്പോൾ നമുക്ക് ഏറെ കാണാം. അപ്പോൾ ഈ ഒരു മാച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് നമ്മളെ ചലഞ്ച് എങ്ങനെയാണ് നമുക്കൊന്ന് മനസ്സിലാവും. ഇനിയിപ്പോൾ ഈ കളിയിൽ തിരിഞ്ഞില്ലാണ്ടെങ്കിൽ അടുത്ത കളി ഞാനും ജുലൈബും പാടി കളിക്കുമ്പോൾ എന്തായാലും മനസ്സിലാവും. അങ്ങനെ രണ്ടാളും തല്ലുണ്ടാക്കല്ലേ. ഫസ്റ്റ് റൗണ്ട് ആരാ ജയിക്കാന്ന് കളി കഴിയുമ്പോ തുടങ്ങും. അപ്പൊ നമ്മള് വടംവലിയാണ് ഫസ്റ്റ് എടുത്തിട്ടുള്ളത്. അപ്പൊ രണ്ടാളും വടംവലി തുടങ്ങാൻ പോണ്. ജുലൈബ നെക്കിക്കോട്ടെ, ഞങ്ങൾ അയാളെ മേത്തേക്കുക. നെക്കട ജുലൈബ തോറ്റി. അപ്പോൾ ജുലൈബ് സത്യം ഗെയിം അല്ല, വടംവലിയാണ്. നമുക്ക് ഒരു റൗണ്ടും കൂടി കളിപ്പിക്കാം ജുലൈബിനോട്. ജുലൈബ് നീലയാണ്, ജോയിന ചുവപ്പുമാണ്. അപ്പോൾ നെക്കിക്കോളി. ജുലൈബ് വീണ്ടും തോറ്റു. അപ്പൊ നമ്മൾ ഇനി ശരിക്കുള്ള റൗണ്ടിലോട്ട് പോവാണ്. അപ്പോൾ ഞാനും ജോറുംപാടി ആയിരിക്കും കളി ഉണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ റൗണ്ടിൽ കളിക്കുന്നത് വടംവലിയാണ്. 6 റൗണ്ട് ആയിരിക്കും ടോട്ടലി ഉണ്ടാവുക. അതിലാരാണോ വിന്നർ എന്നാണ് നോക്കുക. നമ്മൾ ഇവിടെ സ്കോർ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ജുഹൈന ജുഹൈർ എന്നൊക്കെ എഴുതിയുണ്ട്. അപ്പോൾ എന്താ പറയുക, നമ്മൾ സ്കോറുകളൊക്കെ ഇതിലായിരിക്കും നമ്മൾ മാർക്സ് ഒക്കെ എഴുതുക. ടോട്ടലി ആരാ ജയിക്കാന്നൊക്കെ ഉള്ള ഇതിലായിരിക്കും നമ്മൾ കൂട്ടി വെക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ജുലൈബും ജോയിനും കളിച്ച പോലെ തന്നെ വടംവലി തന്നെയാണ്. അപ്പോൾ നമ്മൾ റൗണ്ട് തുടങ്ങാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ആര് ജയിക്കുന്ന അറിയാം. വലിച്ചു തുടങ്ങിക്കോ. കളിക്കണ കുഴപ്പമില്ല. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തതാണ്. എന്റെ ഇവിടെ വരന്റെ ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് റൗണ്ടിൽ ഞാൻ ജയിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് റൗണ്ട് ജയിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാ. അപ്പൊ നമ്മൾ സെക്കൻഡ് റൗണ്ടിലോട്ട് പോവാണ്. സ്കോറൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ സെക്കൻഡ് റൗണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരു വട്ടം ഉണ്ടാവും. അപ്പൊ ഞാൻ നമ്മളെ പുറത്തേക്ക് തള്ളിയിടണം. നിങ്ങൾ റിയൽ ലൈഫിലൊക്കെ കളിക്കാൻ കണ്ടിട്ടുണ്ടോ? അപ്പൊ അതുപോലത്തെ ഒരു ഗെയിം തന്നെയാണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇപ്പോൾ ചോപ്പ്, ഞാൻ നീലിയാണ്. ജസ്റ്റ് തുടങ്ങിക്കോ. ജിംബന്മാരാണ് ഇതിലുള്ളത്. സ്റ്റാർട്ട് പറഞ്ഞിട്ടല്ല തുടങ്ങിയിരിക്കുന്നത്. സ്റ്റാർട്ട് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. ഫൗളൊന്നും ഇല്ല കേട്ടോ. അപ്പൊ സ്കോർ ബോർഡിൽ ഒന്നും കൂടി എന്റെ പേര് കാണാ. മൂന്നാമത്തെ റൗണ്ടാണ്. സുലൈബ് ഇവിടെ കാത്ത തോറ്റി എന്നൊക്കെ പറഞ്ഞിരിക്കുക. ഓനക്കല്ല ആവേശമുണ്ട്. അപ്പൊ നമ്മൾ മൂന്നാമത് കളിക്കാൻ പോകുന്നത് ബൗളിംഗ് ആണ്. എല്ലാവർക്കും അറിയണ്ടാവും, ലുലുമാളിലൊക്കെ കളിക്കുന്നത്. നമ്മൾ എന്താ പറയാ, ഇത് ഇങ്ങനെ ബോള് ഉറച്ചിട്ടുള്ള സംഭവമാണ്. അപ്പൊ നമുക്ക് എന്തായാലും ആ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ജോയിനാന്റെ ടേൺ ആണ്. എത്ര വീട്ടിൽ നോക്കാം. നിങ്ങൾക്ക് 14 മാർക്ക്. ഇത് ഇതുവരെ കളിച്ച പോലെ കുറച്ച് ടഫ് ആയിരിക്കും. ഓക്കെ, ഇനി ഞാൻ വീഴ്ത്താൻ പോണ്. എനിക്ക് എത്ര കിട്ടി? 14 വന്നാൽ സമനിലയിലാണ് നിൽക്കുന്നത്. അത്ര ഈസി ആവും. ഒന്നും എല്ലാം വീഴ്ത്തി. 28 മാർക്ക് മേടിച്ച് ജയിന വന്നിരിക്കണം. ഈ ഇന്ത്യ ടേണാണ്. അതാ എനിക്ക് സെക്കൻഡ് റൗണ്ട് ഇതാക്കില്ല, മൊത്തം കളിക്കണം. അങ്ങനെ കണ്ട 23 ആണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ ബൗളിങ് ലുലുവിലൊന്നും കളിക്കലില്ല. ആദ്യമായിട്ട് എന്തെങ്കിലും കളിക്കാം. അപ്പൊ അതിന്റെ ഒരു ഇത് കാണും.
അപ്പോൾ അതെങ്ങനെയാന്ന് ശരിക്കും നമുക്ക് അറിയില്ല. പക്ഷെ നമ്മൾ ചലഞ്ചിന് വേണ്ടി ഈ ഗെയിം ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ജോയിനാൻ്റെ ടേണാണ്. ജോയിൻ തന്നെ കേട്ടോ ലീഡിൽ 37 മാർക്കായിട്ടാണ് ജോയിനെ ലീഡിൽ നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ ടേണ് യെസ് ഒന്നും വീണില്ല അതിൻ്റെ ടേണിന് യെസ്. പക്ഷെ എനിക്ക് 35 മാർക്ക് ഇതുവരെ ആയിട്ടുള്ളത്. അതിന് എല്ലാത്തിലും ഫുള്ള് തള്ളിയിടുകയാണ്. ഞാൻ ഈ ഗെയിം ഫസ്റ്റ് ആയിട്ടാട്ടോ കളിക്കുന്നത്. ഇത് സത്യം പറഞ്ഞാൽ എന്താ ഏതാന്നൊന്നും അറിയില്ല. ഞാനും എനിക്ക് first ഏതാ ആയിട്ട് തന്നെയാണ്. കിട്ടിപ്പോണ അത്രേ ഉള്ളൂ. ഇവിടെ ഒറ്റ ഒന്ന് പോവാൻ പറ്റുന്നു. 49 46 യെസ് ഫുള്ള് ഞാനും വീഴ്ത്തിയിട്ടുണ്ട്. 40 സമനിലയിലാണ് നിൽക്കുന്നത്. സുലൈ പറഞ്ഞ നമുക്ക് മോട്ടിവേഷനൊക്കെ തന്നോണ്ടിരിക്കുക കേട്ടോ. 63 ആയിട്ടുണ്ട്. ആൻഡ് എൻ്റെതും യെസ് ഞാനും 63 ആയിരുന്നു. സമനിലയിലാണ് ഇപ്പൊ മൊത്തം പോയിക്കൊണ്ടിരിക്കുന്നത്. യെസ് ഇതെന്താണ് എല്ലാരും ജയിച്ചുകൊണ്ടിരിക്കണം. ആരും തോക്കണില്ല. ആ അവന്റെ കൂടെ പോയി again രണ്ടെണ്ണം. Again കണ്ടു. ആൻഡ് റെഡ് വിൻ ചെയ്തിരിക്കുകയാണ്. ഇരിക്കുന്നില്ല. മൂന്നാമത്തെ First and റൗണ്ടിൽ third roundൽ ഞാൻ വിൻ ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ റൗണ്ടിൽ എനിക്ക് വിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇനിയും 3 റൗണ്ട് ഉണ്ടാവും. 6 റൗണ്ടില്ലെങ്കിൽ നമുക്കൊരു 8 റൗണ്ടൊക്കെ ആക്കാം. അപ്പൊ നേരെ നമുക്ക് അടുത്ത റൗണ്ട് പോകും. അതിനാടി ടഫ് ആയിരിക്കും ഇല്ല എന്നൊക്കെ നമുക്ക് അടുത്ത റൗണ്ടിലാണ്. അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ അടുത്തതായി കളിക്കുന്നത് പെനാൽറ്റി കിക്സ് ആണ്. പെനാൽറ്റി കിക്കാവുന്നറിയില്ല. ഇതൊക്കെ സത്യത്തിൽ അറിയില്ല. പക്ഷെ നമ്മളെ എല്ലാ റൗണ്ടും സെലക്ട് ചെയ്ത് തന്നിട്ട് നമ്മളെ ഉമ്മയാണ്. അപ്പൊ നമ്മൾ 4ാമത്തെ റൗണ്ട് കടക്കാൻ പോവാണ്. അപ്പൊ എന്തൊന്നും അറിയില്ല. തുടങ്ങുകയാണ്. ഇതൊന്നും അറിയില്ല. ഫസ്റ്റ് ജോയിനാന്റെ ടേണാണ്. ഈ പോസ്റ്റിക്ക് അടിക്കുക അത്രേ ഉള്ളൂ. ഞാൻ കീപ്പർ ചാടേണ്ടി വരും. ഞാൻ ചാടണം. അടിക്കടിക്കടിക്ക് ഗോളായിരിക്കും. നമ്മൾ റിയൽ ലൈഫിൽ പെനാൽറ്റി അടിക്കണ പോലെ അല്ലത്. വേറെ പണി ഉണ്ടാവും. കീപ്പറാണ് അവിടെ ചാടിക്കുക. ഫുട്ബോൾ എപ്പോഴും കളിക്കണമെങ്കിൽ അത് മൊത്തത്തിൽ ചാടണം. നമ്മൾ ഒരിക്കലും നമ്മളിങ്ങനെ വീട്ടിൽ പക്ഷേ നടു 2-0 നിൽക്കുന്നത്. ഇതും കൂടി ജയിച്ചാൽ 2-2 സ്കോർ ബോർഡ് പുറത്തേക്ക് പോയി. 2-0 തോറ്റ് കിടക്കുകയാണ്. അടുത്ത ടൈം ജോയിനാന്റെയാണ്. ചീറ്റിംഗ് ഉണ്ടോ ഇല്ല കമന്റ് ബോക്സിൽ പറയണം. എന്തായാലും 2-1 ആയിട്ടുണ്ട്. അത് നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അടുത്തതായിട്ട് 2 അടിയുടെ സമനിലോട്ട് വീണ്ടും കളി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനാ ഗോളാക്കണം. ഓ സുലീബ് മോട്ടിവേഷൻ ആയിട്ട് സ്പീഡ് ഇവിടെ അടിക്കണില്ലല്ലോ. ഇവിടെ എന്താ നോക്കി അപ്പൊ 2-2 സമയത്ത് തന്നെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കണത്. എന്റെ അടിയാണ്. ഓ ഞാൻ ഈ സൈഡിക്ക് വെച്ചപ്പോ ആ സൈഡിക്കാണ് പോയത്. വീണ്ടും 3-2 എന്ന സ്കോറിൽ വിൻ ചെയ്തിരിക്കണം. അപ്പൊ 2-2 എന്ന സ്കോർ ബോർഡില് സമനിലായിരിക്കുകയാണ്. ജൂലൈ കഴിയുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇനി 4 റൗണ്ട് കഴിഞ്ഞിട്ട് 5ാമത്തെ റൗണ്ടിലേക്ക് പോവാം. ഫൈനൽ റൗണ്ട് ആയി തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ അടുത്ത റൗണ്ട് പോവാം. അപ്പൊ വാശിയൊരു പോരാട്ടം തന്നെയാണ്. നമ്മളിപ്പോ എത്രാമത്തെ റൗണ്ട്? 5ാമത്തെ റൗണ്ട് അല്ലേ? ഫസ്റ്റ് 2 റൗണ്ട് ഞാൻ ജയിച്ചു. അടുത്ത 2 റൗണ്ട് ഓളം ജയിച്ചു. അങ്ങനെ 5ാമത്തെ റൗണ്ട് എടുക്കുന്നത്. ഇതിന് 6 റൗണ്ട് ഒക്കെ ആവും. അപ്പൊ നമ്മള് 0-8 എന്നൊക്കെ പറയും. ഇംഗ്ലീഷിൽ ടിക്ടോക്ക് എന്നൊക്കെ പറയണത്. സ്കൂളിലൊക്കെ പണ്ട് മുതലേ കളിച്ചു വരുന്ന ഒരു ഗെയിമാണ്. നമ്മളിങ്ങനെ 2 നേരൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അതിൽ 0-8. അപ്പൊ അതാണ് നമ്മൾ കളിക്കാൻ പോണത്. അപ്പൊ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് കൊടുത്താം. അപ്പൊ ഫസ്റ്റ് അവരാണ്. ഫസ്റ്റ് ജോയിനാന്റെ ടേൺ ആണ്. ജോയിൻ എക്സ് ആണ്. അപ്പൊ ഇനി അടുത്തത് ഇന്റത്. ഞാൻ 0 അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ആര് ജയിക്കുന്നു പറയാൻ ജോയിനെ കളിക്ക്. ഞാൻ വിട്ട് പോയിട്ടുണ്ട്. ചിലപ്പം ജയിക്കോ എന്ന് പറയാനില്ല. ആൻഡ് അഗൈൻ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാരും ജയിച്ചില്ല. ഇതാരും ജയിക്കാത്ത രീതിയിൽ പോയിട്ടുണ്ട്. ആൻഡ്
നെക്സ്റ്റ് ആണ് വന്നിട്ടുണ്ട്. അപ്പം എന്തായാലും ഞാൻ വെട്ട് നടുവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബുദ്ധി കൊണ്ട് കളിച്ചിട്ട് നമ്മൾ ജയിച്ചിരിക്കുകയാണ് ജുലൈബേ. അങ്ങനെ ഫൈനൽ റൗണ്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ടുള്ള എന്തും ജയിച്ചിരിക്കുകയാണ്. സ്കോർ 3-2 ആക്കിക്കൊടുക്കും. അപ്പൊ നമ്മുടെ ഫൈനൽ ഗെയിം കുറച്ചും കൂടി ടഫായിരിക്കും. അപ്പൊ അടുത്ത പിന്നെ ചെയ്താല് 3-3 സമനിലാവും. 3-3 സമനിലാവും. അപ്പൊ നമ്മളെന്തായാലും 8 റൗണ്ടൊക്കെ വരേണ്ടി വരും. അപ്പൊ എങ്ങനെ നമുക്ക് കൃത്യമായിട്ട് ആ റൗണ്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് റൗണ്ട് പോവാം. അപ്പൊ ഫൈനൽ റൗണ്ട് അയക്കണെന്നാ തോന്നുന്ന പറയണത്. ഫൈനൽ റൗണ്ട് ആവുന്ന ചാൻസ് ഇല്ല. അപ്പൊ നമ്മളെ ഒമാന്റെ സെലക്ഷൻ ആണ് അടുത്തത് ഫൈനലിന് വേണ്ടിയിട്ടുള്ളത്. നമ്മളെ ഈ ഒമ്പ് എടുത്താണ്ട് നേരെ വെക്കൂല, മറ്റേ ഇതിക്ക് വെക്കൂല, അങ്ങോട്ട് ആക്കിയിട്ട് വെക്കൂല. അതാണ് നമ്മളെ ആർച്ചറി ആ സംഭവത്തിലാണ് നമ്മൾ അടുത്തത് ചെയ്യുന്നത്. അപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ജോയിനാന്റെ ടേൺ ആണ്. കളിക്കാനല്ല അവിടെ നിക്ക്. ഈ വെള്ള സാധ്യത അങ്ങനെ നിക്കുക. നമ്മള് പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷെ ഇവൾക്ക് ഒന്നും അറിയില്ല. ഞാൻ ഇപ്പൊ ചീറ്റ് ചെയ്യുന്നത് നമ്മൾ പറയുന്നത്. പക്ഷെ ഇങ്ങനെ എന്തൊരു കമന്റിൽ പറയാം. നമ്മൾ ചെയ്യാനായിട്ട് നമ്മൾ നെക്കി കൊടുക്കുമ്പോൾ ചെയ്യില്ല. അപ്പൊ അഗൈൻ ജോയിനാന്റെ ടേൺ തന്നെയാണ്. വെള്ളമ്മ അടിയത്തെ വെള്ളമ്മ. അത് ഈ വെള്ളം വരുന്നിടത്ത് തന്നെ. നെക്കിക്കോ, നെക്കി പിടിക്ക്. ഇപ്പൊ മോൾക്ക് ആ ഗ്യാരോ ഇതാക്കി ആഞ്ഞു വെച്ചോ. അത് കാട്ടിലേക്ക് പറഞ്ഞു. സത്യാണ് അതിന്റെ ടേൺ തന്നെയാണ്. കളിക്ക് ഇക്കല്ലേ പൂജ്യം. ഇക്കിരുവല്ല താഹത്താക്കാണ് പൂജ്യം. 4 മാർക്കായി. പൊട്ടത്തരം കാട്ടിക്കുട്ടി. നിന്റേത് എന്താണെന്ന് അള്ളാക്കാരെ. 6 മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്നെ കളിയാക്കിയതാണ്. അതിന്റെ ടേൺ തന്നെയാണ്. ആണോ? പക്ഷെ 10 പോയിന്റ് ആയിട്ടുണ്ട് എന്തായാലും. അപ്പൊ ഇന്റെ ടേൺ തന്നെ ഇരിക്കും. ഇതിനൊക്കെ തോൽവി കാണാം, പേടിക്കണ്ട. 12 ആയിട്ടുണ്ട്. ആൻഡ് ഇത് ജോയിനാന്റെ ടേൺ തന്നെയാണ്. അവിടെ അങ്ങനെ പോയി മൊത്തത്തിൽ പോയി. 1 മാർക്കാണ് ആകെ കിട്ടിയത്. വേറെ 1 മാർക്ക്. അവിടെ തന്നെ 1 മാർക്ക് എടുത്തോണ്ട് കിട്ടുകയാണ്. അതിനി ഏതെങ്കിലും ഉഗാണ്ടേക്ക് കൊണ്ടുവന്നുള്ള അറിയാം. 4 മാർക്കുകൾ ഇന്ത്യക്കാട്ടും പോൽക്കെത്തിയ. ജൂലൈ മൊത്തം ഷെയ്ക്കാൻഡിങ്ങിലാണ്. അടുത്ത ടേൺ കാട്ടുപോയി മിസ്സാക്കിയിരിക്കുകയാണ്. അപ്പൊ നാത്തലിയാണ്. അപ്പൊ ഇന്റെ ടേണാണ്. 19 മാർക്കുമായിട്ട്. അപ്പൊ ഇതില് ജയിച്ചു കഴിഞ്ഞാൽ നമ്മളെ കളി മൊത്തത്തിൽ തീരാണ്. നമ്മൾ ആദ്യം 6 റൗണ്ട് എന്നാ പറഞ്ഞത്. ഞാൻ 23 ആയി. ഇതിൽ സമനിലാണെങ്കിലാണ് ഒരു 7 റൗണ്ട് 8 റൗണ്ടൊക്കെ വരിക കേട്ടോ. അപ്പൊ ഇന്റെ ടേൺ തന്നെ. 4 മാർക്ക് എനിക്ക് എക്സ്ട്രാ ആയിട്ടിരിക്കാണ്. ആൻഡ് ഇനി ജോയിനാന്റെ ടേണാണ്. എക്സിറ്റ് ഒന്നും പിടിച്ചിട്ടില്ല. നട്ടത്തിക്ക് വീണ്ടും ഇത് ഉഗാണ്ടേനെ പറ്റി. 5 എങ്ങനെയെങ്കിലും മുന്നേറ്റി കയ്യെടുക്കേ. തോറ്റാലെന്താല്ലേ, നമുക്ക് ജയിക്കാം. പട്ടിലടിക്ക്. താത്തക്ക് 4 മാർക്കാണ്. ഒന്നെങ്കിൽ അപ്പുറത്ത് നിൽക്കണം മരത്തുമ്മക്ക്, അല്ലെങ്കിൽ ഇതിനെറ്റ അടിക്കുക. അത്രേ ഉള്ളൂ. അവിടെ ആട്ടുകുട്ടികളോ പശുക്കുട്ടികളോ ഉണ്ടെങ്കിൽ അയിമക്ക് വെക്കുക. 23 മാർക്കുമായി ലീഡിലോട്ട് വരുന്നു. അടുത്ത എന്റെ 10 അതിൽ എങ്ങനെയെങ്കിലും സ്കോർ എടുത്തേ പറ്റുള്ളൂ. 36 പോയിന്റ്. 6 മാർക്ക് വീണ്ടും കൂടി ഇരിക്കുന്നു. 42 എത്തി. ഉഗാണ്ടേക്ക് പോവാതല്ല പോരാ. വീണ്ടും 7 മാർക്ക് കൂടി.
അങ്ങനെ നമ്മൾ ഇന്നത്തെ റൗണ്ടിൽ എന്തായാലും ഞാൻ ജയിച്ചു. ഇന്നത്തെ ചലഞ്ചിൽ തന്നെ ജയിച്ചിട്ടുള്ളത് 4-2 അപ്പൊ 4-2 നോക്കിക്കോളി. അപ്പൊ ഇന്നത്തെ ചലഞ്ചിൽ ഞാനാണ് വിന്ന് ചെയ്തിട്ടുള്ളത്. പിന്നെ എന്തായാലും നമ്മൾ ജുലൈബിന് ഫസ്റ്റ് തോറ്റ കൊടുക്കും. ജുലൈബിന് ചെറിയ പ്രതികാരം അല്ലേ കപ്പൻ്റെ കളിക്കണം. അപ്പൊ എന്തായാലും കളിക്കണ്ട. അപ്പൊ എന്തായാലും നമ്മൾ ജുലൈബിനെ കൊണ്ട് ഇതിലുണ്ടെന്നാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഓക്കെ, ഫുട്ബോളൊക്കെ കളിക്കൂല. അപ്പൊ നമ്മളെ ജുലൈബ് മെസ്സി ആയി ഫുട്ബോളൊക്കെ കളിക്കുന്ന പറയാം. ജുലൈബ് ആരാണ്? മെസ്സി. ജുലൈബ് മെസ്സി ആയിരുന്നൊക്കെയാണ് പറയണത്. അപ്പൊ എന്തായാലും നമുക്ക് ജുലൈബിനെ കൊണ്ട് കുറച്ചായിട്ട് ചുരുക്കം മടിച്ചാണ് കളിക്കാം. അപ്പൊ നേരെ ജുലൈബ് ജയിലുള്ള പ്രതികാര മത്സരത്തിലോട്ട് കടക്കാം. അപ്പൊ ഏതായാലും നമ്മൾ പ്രതികാര മത്സരത്തിലോട്ട് കടക്കാൻ പോവാണ്. ഏതായാലും നമ്മളെ ചലഞ്ചിലെ ജേറ് ജയിച്ചിട്ടുണ്ട്. ഇവനെത്തെങ്കിലും എനിക്കൊന്ന് ജയിക്കാൻ പറ്റണം എന്നൊരു മോഹം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ വടംവലി തന്നെയാണ് എടുക്കുന്നത്. റെഡി 1 2 3. ഓക്കെ ഓക്കെ. ജുലൈബ് വീണ്ടും തോൽവി കാണുമോ? ജുലൈബിന് അടുത്തത് ഫുട്ബോളാണ്. ഓക്കെ, ഒരു ടേണും കൂടി ഉണ്ട് എന്നാ പറയണത്. ജുലൈബ് നെക്കിക്കോ, കുത്തി നെക്കിക്കോ. ഇതാകെ കരിഞ്ഞ പോരാട്ടത്തിലാണ്. ജുലൈബ് നെക്കി. അതാ ജുലൈബ് ജയിച്ച്. എന്റെ റെഡ് നമുക്ക് ക്യാമറയിൽ ചെക്ക് ചെയ്യാൻ പറയും ഗൈസ്. ജുലൈബാണ് ജയിച്ചത്. ജുലൈബ് ജയിച്ചു. ഇതെന്ത് സംഭവിച്ചു? നമുക്ക് ക്യാമറയിൽ നോക്കല്ല ഗൈസ്. നമ്മളെന്തായാലും വാറ് ചെക്ക് ചെയ്യാം അല്ലേ? നമുക്ക് വാറ് ചെക്ക് ചെയ്തിട്ട് നോക്കാം ഗൈസ്. ഈ സങ്കടം നോക്കണ്ട. എനിക്ക് വരെ സംശയമായിപ്പോയി. പിന്നെ നമ്മള് കഴിഞ്ഞ കളിയൊക്കെ കളിച്ചത് ഇവിടെ റെഡ് വരുന്ന ആളേക്കും ജയിക്കും. ജുലൈബ് സാരില്ല, അടുത്ത റൗണ്ടിലോട്ട് കളക്കാം. ആൻഡ് റെഡ് തന്നെ വിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു മാച്ചുകൾ നമുക്ക് കളിക്കാം. അപ്പൊ ജുലൈബ് പറഞ്ഞു നമ്മളോട് കാറിന്റെ ഗെയിം എടുക്കാൻ, അവർക്ക് ഫുട്ബോൾ കളിക്കാൻ ടഫാണ്. മീൻസ് അവർക്ക് അറിയില്ല. അപ്പൊ നമ്മള് ട്രാഫിക് ജാം പറഞ്ഞിട്ടുള്ളൊരു ഗെയിമാണ് എടുത്തിട്ടുള്ളത്. അതാണ് ഈ ഇതിൽ വരുന്നത് തന്നെയാണ് ഇതൊക്കെ. അപ്പൊ നമ്മളെ ട്രാഫിക് ജാം ആണ് അടുത്ത ഇതിൽ എടുക്കാൻ വേണ്ടത്. ജയിക്കോ? നടത്തോളി ഇപ്പളെ ഫ്രണ്ട്. നോക്കിയോളി, കളി തുടങ്ങാൻ പോവാണ്. ആൻഡ് ഇത് വണ്ടി വരുമ്പോ മാറി കൊടുക്കണം. ജുലൈബ് വണ്ടറ ഫോട്ടോ വണ്ടി അടിക്കാൻ വരുന്നേ. അതാ ഞാൻ കണ്ടിട്ട് പോയി. ജുലൈബ് ജയിച്ച്. അതാ എന്റെ പോന്നോ. ജുലൈബിന് വീണ്ടും വാശി അതന്നെ കളിക്കണം. അപ്പൊ തുടങ്ങിക്കോളൂ. ഞാൻ വണ്ടി കണ്ടിട്ട് പോയിട്ടില്ല, ഞാൻ തോറ്റ ജുലൈബ്. അപ്പൊ നമ്മൾ അടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അതന്നെയാണ് സംഭവം. ഓക്കെ, നമ്മളെ ട്രാഫിക് ജാം. ജുലൈബ് നീല കേട്ടോ. ജുലൈബ് വണ്ടി അതവര് മാറിക്കോട്ടോ. പൊട്ടാൻ തോറ്റിപ്പോയി. അല്ലേ തോറ്റില്ല വണ്ടി ചെക്ക. നീ അങ്ങനത്തെ നമ്മ കണ്ടിട്ടോളി. ഇതാ ജുലൈബ് ഇതാ കണ്ടെത്തി പോകുമോ ഇല്ലേ? എന്നും കാത്തരാം. ജുലൈബാണെങ്കിൽ മുന്നിൽ അതാ ബാക്കിലായി. ജുലൈബ് ബാക്കിലായി. ഇത് മുന്നിലാവണമെന്നുണ്ടോ? വണ്ടി വരുമ്പോ വണ്ടിനെ തോച്ചു. അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ നമ്മളെ എപ്പിസോഡ്. അപ്പൊ നമ്മളൊരു ജോയറിനെറ്റിന് ശരിക്കുള്ളൊരു മാച്ച് ആയിട്ടുണ്ടായിരുന്നു. ഞാനും ജോറുംപാടി പിന്നെ ജുലൈബിനെറ്റി ഞങ്ങൾ കളിക്കണ കണ്ടിട്ട് ആണെന്ന് പറഞ്ഞൊരു ഫ്രണ്ട്ലി മാച്ച് ആയിട്ട് വന്നിട്ട് കളിച്ചതാണ്. അപ്പൊ ഞാനും ഞങ്ങള് രണ്ടാളുള്ള ശരിക്കുള്ള ചലഞ്ചിൽ ഞാൻ വിൻ ചെയ്തിട്ടുണ്ട്. 4-2 4-3 4-2 ഞാൻ ജയിച്ചിട്ടുള്ളത്. അപ്പോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് നമ്മൾ ഈ വെക്കേഷനിൽ ഇനി നമ്മൾ വിടാൻ നോക്കാം. അപ്പൊ എല്ലാവർക്കും ബൈ. പിന്നെ അതൊന്നും ഇല്ല അറിയല്ല. പിന്നെ ആട്ടം കൊടുത്തോളൂ അല്ലേ? പിന്നെ തെറ്റിയാറിനാളി തോച്ചില്ലേ പാട്ടോ അതാ